Hallelujah. അല്ലെങ്കിൽ YPC പ്രോഗ്രാമിൽ നിന്ന് കടന്നു വരാൻ സാധിച്ചത് ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ YPC അംഗങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്റെ പേര് അത്തിമുട്ടിൽ സക്കായി എന്നാണ്. ഇന്ന് പകൽക്കാലം തമ്പിച്ചാനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കുറച്ച് നാളുകൾ മുമ്പ് തമ്പിച്ചാനെ ഞാൻ അമേരിക്ക വെച്ച് കണ്ടു. പിന്നെ തിരുവോണ സഭയിലെ തോമാച്ചാനെ ഞാൻ പാലസ്തീനിൽ വെച്ച് കാണാനിടയായി. അതുപോലെ തന്നെ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ചർച്ചയിൽ ഒത്തിരി മലയാളികളുണ്ട്. അവരെല്ലാവരും പറഞ്ഞു സഹായിച്ചാൽ ഒരു പ്രാവശ്യം കേരളത്തിൽ വരണം, അതുപോലെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കാണണമെന്ന് പറഞ്ഞു. അതുപോലെ 31-ാം തീയതി ഇവിടെ നടന്ന മീറ്റിംഗ് ഞാൻ കടന്നു പ്രസംഗിച്ചു. അതെല്ലാവർക്കും അനുഗ്രഹമായി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ചേർന്ന് കൈകൾ വെച്ച് ചേർത്ത് സ്തുതിക്കാമോ? ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചത് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും സമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഈ വചനത്തിൽ നിന്നും അതുപോലെ തന്നെ കർത്താവ് തന്ന എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നിന്ന് പകർക്കാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലതും വിളിച്ചിട്ട് വീഡിയോണ് ഇത് കൊണ്ടൊക്കെ ഒന്ന് തിരുമതി വാങ്ങിച്ചു വെച്ചേക്കണം. എല്ലാവരുടെയും ക്ഷണപ്രകാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നെടുങ്ങാശ്ശേരിയിൽ വന്നു. അവിടെ വെച്ച് ശത്രു എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ കയറി വന്ന ഫ്ലൈറ്റിന്റെ ബ്രേക്ക് വെക്കാൻ പാഞ്ഞ് നിയന്ത്രണം വിടുവാനിടയായി. ആ ഫ്ലൈറ്റിൽ തെങ്ങൽ ഇടിച്ചുകൊണ്ട് മാത്രം ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഞാൻ വീണ ശേഷം എനിക്ക് നടക്കാനൊന്നും വയ്യാതെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഞാനൊരു കുള്ളനായിരുന്നു. എന്നാൽ എന്റെ കാലിന്റെ ട്രീറ്റ്മെന്റ് പോയപ്പോൾ ആയുർവേദ ചികിത്സ എല്ലാം ചെയ്ത് എന്റെ പൊക്കം എല്ലാം കൂടുവാനായിട്ട് ഇടയായി. അതിനുവേണ്ടി കർത്താവിനെ സ്തുതിക്കുന്നു. ചിങ്ങവനത്തിൽ കടന്നു വരാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ കേരളത്തിൽ കടന്നു വന്നപ്പോൾ അനേക സ്ഥലങ്ങളിൽ കടന്നു പോകാനായിട്ട് ഇടയായി. ഞാൻ കേട്ട് കേരളത്തിൽ ഒത്തിരി ബന്ധുക്കൂട്ടുകാരുണ്ട്. അങ്ങനെയുള്ള താമസിക്കുന്ന ഒരു സ്ഥലമാണ് കുമ്പനാട്. അവിടെയും ഞാൻ കടന്നുപോയി. ഞാൻ അങ്ങനെ കടന്നുപോയപ്പോൾ വലിയൊരു സഭയുടെ ആസ്ഥാന മന്ദിരം, വലിയൊരു കോമ്പൗണ്ടോടുകൂടി ഞാൻ കണ്ടു. അവിടെ ഭയങ്കര ആൾക്കൂട്ടവും ബഹളവും ഒച്ചയും മുദ്രാവാക്യങ്ങളും എല്ലാം ഞാൻ കേട്ടു. വോട്ട് ചെയ്യും പാർട്ടിയെ ജയിപ്പിക്കുമെന്ന് ഞാൻ ഇപ്പോൾ ഇത് വരണ്ടായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ, ഇത് വരണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തു. പിന്നെ എല്ലാം മനസ്സിലായിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ അല്ലായിരുന്നു, ബന്ധുക്കോസാർ ഇലക്ഷൻ ആയിരുന്നു. അത് കണ്ട് വളരെ കുറ്റനായി ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. അങ്ങനെ ചിങ്ങവനത്തോട് വരാനായിട്ട് തിരുവല്ലയിലെത്തി. അവിടെ എത്തി കുറെ ബന്ധുക്കോസ് പാർസമാരെല്ലാം കൂടിക്കൊന്ന് എന്റെ അടുത്ത് ഫണ്ട് പിരിവിനായിട്ട് വന്നു. അവര് സർക്കാരിൽ ഇന്ദ്രയിൽ ഒത്തിരി പൈസ ഉണ്ട്, അവരുടെ കർത്താവ് എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അതുകൊണ്ട് ഞങ്ങളുടെ സഭയ്ക്ക് കുറച്ച് പൈസ തരണം. ഞാൻ പറയും ഒറ്റ പൈസ നിങ്ങൾക്ക് ആദ്യം തരത്തില്ല. ഞാൻ ഇതെല്ലാം കർത്താവ് പറഞ്ഞത് ഞാൻ ആദ്യമെല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ അവർക്ക് തിരികെ കൊടുക്കാനാണ് കർത്താവ്. അങ്ങനെ ഞാൻ തമ്മിച്ചാനെ കാണാനായിട്ട് ചിഞ്ചവർക്ക് കയ്യെ കുറിച്ച് കടന്നു വന്നു.
തമ്പിച്ചാന്റെ വീടിന്റെ അങ്ങോട്ട് അടുക്കാൻ മേലാത്ത അത്ര ആൾക്കാർ അവിടെയായിരുന്നു. കമ്മ്യൂണിസ്റ്റിനെക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ തമ്പിച്ചാനെ കാണാൻ നിൽക്കും. ഞാൻ അവിടെ ഉണ്ടാകുന്ന കയ്യിൽ കൊടുത്ത് പുറത്തോട്ട് ഒരു ബ്രദറിനെ ഞാൻ കണ്ടു. അദ്ദേഹം എന്റെ പറഞ്ഞു സക്കായിച്ച ഒരു കാര്യം ചെയ്യണം, മറിയാമ്മയുടെ കൂടെ മനസ്സൊന്ന് തുറക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോ മനസ്സിലോർത്ത് ഞാൻ പറയുന്ന മറിയാമ്മയ്ക്ക് മനസ്സിലാവത്തില്ല, മറിയാമ്മ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് മനസ്സ് തുറക്കാതെ ഞാൻ എന്റെ മനസ്സ് വരെ തിരിച്ചു പോകുന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ അത് വായിപ്പിച്ചത് പുതിയൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അതൊരു 100 വാങ്ങിച്ച് അവിടെ കൊണ്ടുപോകണമെന്ന് ഭാരവാഹികൾ എന്നോട് പറഞ്ഞു. എനിക്ക് മലയാളം വായിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കമ്മിറ്റിക്കാരുടെ അടുത്ത് വന്നു, അവരെന്റെ അടുത്ത് പൈസ ചോദിച്ചു. ഞങ്ങളുടെ കൺവെൻഷൻ ഒത്തിരി പൈസ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് പൈസ ഞങ്ങൾക്ക് തരണമെന്നില്ല അപേക്ഷിച്ചു. ഞാൻ ഈ തിരുവാലയം കൊണ്ട് എന്റെ വർഷം കിട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ കർത്താവ് എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മറ്റുള്ളവരെ പറ്റിച്ച് വഞ്ചിച്ച് വാങ്ങിച്ചത് അവർക്ക് ഇരട്ടിയായി കൊടുക്കാൻ എന്റെ കർത്താവ് പറഞ്ഞു. കർത്താവ് എന്നോട് പറഞ്ഞില്ല, ഒരു ഫണ്ട് പിരിവിന് കൊടുക്കാൻ പറഞ്ഞില്ല, ഒരു കൺവെൻഷന് കൊടുക്കാൻ എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് തിരുവതാരം എല്ലാം മാസത്തിന് രാവിലെ വെക്കൽ യൂണിയനോട് എന്റെ പൈസ ഞാൻ എന്റെ ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല, ഞാൻ വളരെ സന്തുഷ്ടനാണ്. ജീവിതത്തിൽ വന്നപ്പോഴുണ്ടായ മാറ്റത്താൽ ഞാൻ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കി പണമില്ല തിരികെ കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയ ഭാഷയൊന്നും കർത്താവിന്റെ പേരിൽ കൊടുക്കണ്ട. നിങ്ങൾ മനഃപൂർവ്വ ദാനങ്ങളും കർത്താവ് നിങ്ങൾക്ക് തന്നതിന്റെ ദശാംശവുമാണ് നിങ്ങൾ കർത്താവിന്റെ പേരിൽ കൊടുക്കേണ്ടത്. ഇന്ന് പകൽക്കാലം എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം ഞാൻ എന്റെ പറ്റിച്ച് വാങ്ങിച്ച പണം എല്ലാം തിരികെ കൊടുത്തു. അതുകൊണ്ട് വളരെ സന്തോഷവാനാണ്. അതുകൊണ്ട് ഞാൻ വൈദ്യുതിക്ക് കുറച്ച് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ നോക്കട്ടെ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതിന്റെ അനുസരിച്ചായിരിക്കും കൊടുക്കുന്നത്. നിങ്ങൾ ആരും പറയുന്നതൊന്നും കേട്ട് ഒരു പിരിവ് കൊടുക്കരുത്. കർത്താവ് എന്ന് പറയുന്നു, അത് മാത്രം കേൾക്കണം. ഞാൻ കേരളത്തിൽ വന്ന് പലരെയും കണ്ടു, പലരും കർത്താവ് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രവാചകം പറയുന്നത് കേൾക്കുന്നത്. തലയെ വെച്ച് കുലുക്കി പറയുന്നത് എന്ത് പറഞ്ഞാലും കേൾക്കും, പക്ഷെ ബൈബിൾ എഴുതുന്ന ആരും കേൾക്കും. എന്നാൽ നമ്മളെല്ലാവരും കർത്താവ് പറയുന്ന കേട്ട് കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കണം. നമ്മുടെ പോക്കറ്റിൽ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയത് നാം മറ്റുള്ളവർക്ക് കൊടുത്ത കർത്താവിന് വേണ്ടി വലുതാണ്. നമ്മളെല്ലാവരും കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ ദശാംശയിൽ തമ്മിച്ചാനെ ഏൽപ്പിക്കുമോ? എത്ര പേര് കൊടുക്കാൻ തയ്യാറാണ്? എല്ലാവരും അരക്കയും മുക്കാക്കയും ഒക്കെ കാണിക്കുന്നത് കൈയെത്തി പറയും ഞാൻ കൊടുക്കുന്നു. തമ്മിച്ചാനെ വീട്ടിൽ എല്ലാവരും കൈ കാണുന്നുണ്ട്, അതുകൊണ്ട് ചുമ്മാ ആരും പൊക്കരുത്. ചുമ്മാ ചുമ്മാ കൈ തമ്മിച്ചാൻ കാണത്തേന് ഓർത്തും ആരും കാണിക്കരുത്, കർത്താവും കാണുന്നുണ്ട്. ഇന്ന് പറയുന്നത് ഈ സന്ദേശമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങൾ പറ്റിച്ചുവെന്ന് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരികെ കൊടുക്കണം. നിങ്ങളുടെ ദശാംശം കൃത്യമായി കർത്താവിന്റെ വിലയ്ക്ക് കൊടുക്കണം. കണ്ടത് വളരെ സന്തോഷമുണ്ട്. വൈദ്യുതിയിലെ എല്ലാവർക്കും വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ്. എന്റെ ഫേസ്ബുക്കിൽ എന്റെ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്നെ അവിടെ കാണാം. നിങ്ങൾ നോക്കിയാൽ മതി, അത്തിമുട്ടിൽ സക്കായി എന്നാണ് എന്റെ ഫേസ്ബുക്ക് ലൈൻ. നിങ്ങൾ എന്നെ ആഡ് ചെയ്താൽ മതി. തിങ്ങാമത്തെ എല്ലാ ഇന്ത്യക്കാരെയും ഞാൻ എന്നെ ഫ്രണ്ടാക്കും. അതുപോലെ എന്റെ ഒരു പേജുണ്ട് ഫേസ്ബുക്കിൽ, അത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇവിടെ എന്റെ ക്ഷണിച്ചവർക്കും സമാചാരനും അതുപോലെ ഇവിടെ സംവിധാനും എന്റെ നന്ദി അറിയിക്കും. യേശു കർത്താവ് നിങ്ങൾ എല്ലാവരും ഇതിലേക്കിട്ട് അടുത്ത കൺവെൻഷന് വീണ്ടും കാണാം.